വടക്കൻ കേരളത്തിലെ വാർത്തകളെല്ലാം അറിയണം. അവിടെ നിന്ന് VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. പാട്ടുകൾ കേട്ടുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങുന്നു. എന്തായാലും നല്ലൊരു സൺഡേ ഒക്കെ ആക്കാൻ വേണ്ടി ഇതാ നമ്മൾ 6 മണിക്ക് തന്നെ നല്ലൊരു ഗായികയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാപ്പി അല്ലേ? പിന്നെന്താണ്, നമ്മളും പ്രേക്ഷകരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ BJP സംസ്ഥാന അധ്യക്ഷനെ ഇന്നറിയാമെന്നാണ് വിവരം. കെ സുരേന്ദ്രൻ തുടർന്നേക്കുമെന്നൊരു സൂചനയുണ്ട്. MT രമേശിനും രാജീവ് ചന്ദ്രശേഖരനും സാധ്യതയുണ്ട്, അല്ലേ രഞ്ജിത്ത്? ആരാവും? ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പേരൊക്കെ ആണല്ലോ രഞ്ജിത്ത് ഒരു ഘട്ടത്തിൽ ഭയങ്കരമായി ഉയർന്നു കേട്ടത്. ഇപ്പൊ വീണ്ടും സുരേന്ദ്രൻ വരും എന്ന് തന്നെ പറയുന്നു. ഇപ്പൊ എന്താണ് പറ്റിയത് ശരിക്കും? അങ്ങനെയല്ല, ഇതൊക്കെ പാർട്ടിക്കകത്ത് നടക്കുന്ന ചില ചർച്ചകളാണ്. സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിൽ BJPയുടെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും രണ്ട് പേര്, ആ ദ്വന്ദ്വങ്ങൾക്കപ്പുറത്തേക്ക് രഹസ്യങ്ങൾ ചോർന്നു പോവുക പതിവില്ല. സംഘടനാ കാര്യങ്ങളാവുമ്പോൾ JP നദ്ദ കൂടി കാര്യങ്ങൾ അറിയും, അല്ലെങ്കിൽ BL സന്തോഷിനെ പോലെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടി കാര്യങ്ങൾ അറിയും. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ആ 4 പേരിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ള പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള ദേശീയ ഭരണാധികാരിയും കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറിനും ഒരുപക്ഷെ ഇന്നലെ രാത്രിയോടുകൂടി വിവരം കിട്ടിയേക്കാം. അതുകൊണ്ട് ബാക്കിയെല്ലാം സാധ്യതകളെ സംബന്ധിച്ച് ചർച്ചകൾ മാത്രമാണ്. കെ സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യത പറയാനുള്ള കാരണം ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷൻ മാറിയാൽ അത് സംഘടനാപരമായിട്ട് ഒരു വീഴ്ച സംഭവിക്കും. അതുകൊണ്ട് അവർ തുടരട്ടെ എന്ന് തീരുമാനിച്ചേക്കാം എന്നുള്ളതാണ്. അതല്ല, 5 വർഷം പൂർത്തിയായ സംസ്ഥാന അധ്യക്ഷന്മാർ മുഴുവൻ മാറട്ടെ, പുതിയവർ വരട്ടെ എന്നാണ് തീരുമാനമെങ്കിൽ MT രമേശിനും രാജീവ് ചന്ദ്രശേഖരനും ശോഭാ സുരേന്ദ്രനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി അതല്ല, V മുരളീധരനെ പോലെ പഴയ പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ തന്നെ തിരിച്ചു വരട്ടെ എന്ന് തീരുമാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്. പക്ഷേ അതിലൊരു പോസിറ്റീവായ വശം എന്ന് പറയുന്നത് ഇന്ന് 10 മണിക്ക് കോർ കമ്മിറ്റി യോഗമുണ്ട്. ആ കോർ കമ്മിറ്റിയിലാണ് സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച ഒരു സമവായത്തിലെത്തുക. ഒരു തരത്തിലും മത്സരത്തിലേക്ക് പോകാൻ നിൽക്കില്ല. ഉച്ചയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. നാളെ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ഒരു മത്സരം ഉണ്ടാവില്ല. സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ മുഴുവൻ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. മറ്റൊന്ന് VS, നമ്മുടെ ഈ ലഹരിക്കെതിരായ പോരാട്ടം നമ്മൾ തുടരുകയാണല്ലോ. നമ്മളും എല്ലാ കുടുംബാംഗങ്ങളുമൊക്കെ കൂടി ഇപ്പോൾ ഈ കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ നിന്ന് അടിവാരം വരെ ഒരു യാത്ര നമ്മളുടൻ ആരംഭിക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം നാദാപുരത്ത് ഈ KMCCയുമായി ചേർന്നൊരു മഹാസംഗമം. ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു രഞ്ജിത്ത്? റോഷി, ഞാൻ നിൽക്കുന്നത് ഈങ്ങാപ്പുഴയിലാണ്. ഈങ്ങാപ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. പുതുപ്പാടി പഞ്ചായത്തിലാണ് ഈങ്ങാപ്പുഴ. ഈ ഈങ്ങാപ്പുഴയും താമരശ്ശേരിയും അടങ്ങുന്ന ചുരം ഇറങ്ങി വരുന്ന അടിവാരം, ഈങ്ങാപ്പുഴ, താമരശ്ശേരി, പുതുപ്പാടി ഭാഗങ്ങളിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെയധികം ലഹരി കേസുകളും 3-4 കൊലപാതകങ്ങളും പോലും നടന്നിട്ടുള്ളത്. ഈ നാട്ടുകാരൊക്കെ അതിൻ്റെ ഒരു ജാഗ്രത കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ചുരം സംരക്ഷണ സമിതി, പുതുപ്പാടിയിലുള്ള സേവ് പുതുപ്പാടി ഫോറം, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മകൾ, മഹല്ലുകളുടെ കൂട്ടായ്മകൾ, സഭയുടെ കീഴിലുള്ള യുവജന സംഘടനകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലബ്ബുകൾ, ഇവരെല്ലാവരും ഒരു വലിയ ജാഗ്രതയിലാണ്. ആ ജാഗ്രതയിൽ നമുക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട്, ഇവരെ മുഴുവൻ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു വലിയ റാലിയായി തന്നെ ഈങ്ങാപ്പുഴയിൽ നിന്ന് അടിവാരത്തിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ തന്നെ ഈ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാർഡും നമ്മുടെ അറിയിപ്പും കണ്ട് എത്തിയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ സമയം ആവുന്നേ ഉള്ളൂ. ഇനിയൊരു 5-6 മിനിറ്റുകൾ കൂടി ഉണ്ട്. ഡോക്ടർ അരുൺ ഈങ്ങാപ്പുഴയിലേക്ക് എത്തും. ഇവിടെ നിന്ന് അടിവാരം വരെ 5 കിലോമീറ്റർ ആണുള്ളത്. ആ 5 കിലോമീറ്റർ ദൂരം നമ്മൾ റാലിയായി തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ട് പോകുന്ന ഒരു വലിയ സംഗമമായിട്ട് ഇത് മാറും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രമേൽ ആളുകൾ ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു ജാഗ്രതക്കുറവ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും പൂർണ്ണ ജാഗ്രതയോടുകൂടി ഈ സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നുള്ള സന്ദേശം ഇതിനകം തന്നെ ഈ പുതുപ്പാടിയിലും ഈങ്ങാപ്പുഴയിലും താമരശ്ശേരിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്. എന്തായാലും ഈങ്ങാപ്പുഴയിൽ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ മഹാറാലിയിലേക്ക് കടക്കുകയേ വേണ്ടു, മഹാസംഗമം. അപ്പോൾ ഒരുപാട് പേർ ഈങ്ങാപ്പുഴയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായ ഒരു സൈനാണ്. കാരണം നമ്മൾ തുടങ്ങി വെക്കുന്ന ഒരു ഉദ്യമം, നമ്മൾ ഒരു നല്ല ഉദ്ദേശത്തോടെ തുടങ്ങി വെക്കുന്ന ഒരു ഉദ്യമത്തിന് ഇത്രയും വലിയൊരു സപ്പോർട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, തുടക്കം മുതലേ നമ്മൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. അത് റിപ്പോർട്ടർ TV തുടങ്ങുന്നു. പിന്നീട് സംസ്ഥാനത്ത് തന്നെ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ഒരു ഭാഗത്ത്. മാത്രമല്ല, മാധ്യമങ്ങൾ തന്നെ ഈ ലഹരിക്കെതിരായുള്ള ഒരു പോരാട്ടം പിന്നീട് ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെയൊക്കെ വിശ്വസിച്ച് നമ്മളോട് ഇങ്ങോട്ട് വന്ന് പരാതി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും അവരൊക്കെ കൂടിയാണ് നമ്മുടെ ഉദ്യമത്തെ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കുന്നത്.